ഹായ് ഫ്രണ്ട്സ്, മഴയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് പോകുന്നല്ലേ? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ബണ്ടയിലൊന്ന് വലയെറിയാൻ വേണ്ടി പോയി കേട്ടോ. മഴയൊന്ന് തോന്നുന്നപ്പോഴാണ് പോകുന്നത്. മഴ ഉള്ളപ്പോൾ നമുക്ക് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒത്തിരി പേരുണ്ട് മീൻ പിടിക്കാൻ കേട്ടോ. ആ പ്രകൃതി ഭംഗിയോ അമ്പോ ഭയങ്കര വൈബാണ്. വൈകിട്ടൊക്കെ വന്നേക്ക് ആ കാറ്റും സൂപ്പറാണ്. പക്ഷെ വെള്ളം കൂടുതലാണ് കേട്ടോ. ആരോമെല്ലാം ചിത്തിച്ചേട്ടനും കൂടെ തേരാപ്പാര നടന്നു. അവരുടെ സ്റ്റിക്കിനകത്ത് കുറച്ച് തീറ്റയൊക്കെ ഇട്ടു. ഭയങ്കര മീൻ പിടുത്തോ. അവന്മാർക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അവന്മാർ ചുമ്മാ കളിക്കുന്ന ഇതെറിഞ്ഞ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ താഴെ പോയി എറിഞ്ഞ് നോക്കാമെന്ന്. നമ്മുടെ സ്വന്തം പുഞ്ചയിൽ അവിടെ ചെന്ന് എറിഞ്ഞ് നോക്കാൻ ദാണ്ടാശാൻ വലയൊക്കെ വീശി എറിയാണ്. അപ്പോൾ ചേച്ചി ചോദിച്ചു, ഇവൻ എന്താ ഇങ്ങനെ കറങ്ങി എറിയുന്നത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കറങ്ങാതെ വല എറിയാൻ പറ്റത്തില്ലടിയെന്ന്. അപ്പം നമുക്ക് ദാണ്ടൊരു ധൂളയെ കിട്ടി. ചേട്ടൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയിരിക്കുകയാണ്. പക്ഷേ ഭയങ്കര സങ്കടമാണ്. ആ ശനിവാലയൊക്കെ ഇങ്ങനെ ഡാമേജ് ആവുകയെന്ന് വെച്ചാൽ മൊത്തം പോച്ചേ വെള്ളം കയറി കിടക്കുമല്ലേ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. എന്നാലും സന്തോഷമായി, കാരണം ധൂളിയെ കിട്ടിയല്ലോ. അതിന് പിന്നെയും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ബണ്ടേ പോയി ഒന്നുകൂടെ എറിഞ്ഞ് നോക്കാതെ കണ്ടിട്ട് പിന്നെയും ബണ്ടേ ചെന്നു. അവിടെ എറിയാൻ അങ്ങനെ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. അവിടെ കുറേ നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സൂപ്പർ. ആരും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ആരോമിലപ്പോൾ ഹായ് കാണിച്ചു. പിന്നെ അവിടെ നിന്ന് കിട്ടിയ മീനുകളാണ് ഇത്രയും. അവിടെയും കിട്ടി, ധൂളി കിട്ടിയായിരുന്നു, കുറച്ച് പരല് മീൻ, സിലോപ്പിയ കുഞ്ഞൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ മതിയാക്കി. ഇന്നത്തെ ഇത്രയേ ഉള്ളതെന്ന് കണ്ടുകൊണ്ട് മതിയാക്കി. പിന്നെ ക്ഷമ വേണം മീൻ പിടിക്കണമെങ്കിൽ, അതെനിക്ക് തീരെയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ധൂളയും പിന്നെ ആരോമല പിന്നെ ഒരു ധൂളിയെ കിട്ടിയതിനെ പൊക്കിയൊന്ന് പൊക്കിയെടുത്തിട്ട് താഴെ അതേപടി അങ്ങ് വെച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. ടാറ്റാ.